ഗുഡ് ഷോട്ട്. ഫോണല്ല. ഞാൻ ബൈജു സംസാരിക്കുന്നത്. പറയൂ ബൈജു. ആ ക്രാന്തി വന്നിട്ട് നമുക്കൊരു പണി തന്നിട്ടാ പോയത്. ഇഞ്ഞെടുക്ക്, ഞാൻ പറയാം. ശേഷം ഉടനെ തോക്കി കൊണ്ട് കാണിച്ചിട്ട് പൈസ എല്ലാം എടുത്തോട്ട് പോയി. അണ്ണന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ സയനൈഡ് കഴിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തേനെ. പിയർ, ആ ക്രാന്തി നമ്മുടെ ശേഷവുമായി തെറ്റി നമ്മുടെ ആൾക്കാരെയും കൂട്ടി വേറെ ഗ്യാങ് ഉണ്ടാക്കി. സിറ്റുവേഷൻ വളരെ മോശം. അവന് സ്പീഡ് കൂടുതലാ എന്നെപ്പോലെ. നമ്പർ എടുത്ത് വിളിക്കേ. പറയേ. ഡാ, നീ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പുതിയ ഗ്യാങ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. നിനക്കതിനുള്ള ചങ്കുറ്റമില്ല. ശേഷുവിന്റെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞ് വീണ്ടും ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യും. ഞാൻ ആർക്കും രണ്ടാമത്തെ ചാൻസ് കൊടുക്കാറില്ല. നിന്നെ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് മാത്രം ഈ ഒരു ചാൻസ് തരുന്നത്. നിനക്ക് ആ ചാൻസും ഇല്ല. ഓൾറെഡി ഡിസൈഡായി അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോ നിന്റെ ഗ്യാങ്ങുമല്ല. അതെയോ? എന്ത് ചെയ്യാനാണ് അഡ്വാൻസ് വാങ്ങിച്ചേ? സ്കൂൾ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാനോ അതോ ദാദാപിരിവ് നടത്താനോ? ഏഡിയാറ്റ്, ഇത് കേട്ടോ, അത്ര ഈസി അല്ല എനിക്ക് ഓപ്പോസിറ്റ് ഒരു ഗ്യാങ്. നിന്റെ തലയ്ക്ക് അഡ്വാൻസ് വാങ്ങിച്ചിരിക്കുന്നത്. ₹1 കോടി. നിന്റെ ഗ്യാങ്ങിൽ ആരും ഉണ്ടാവില്ല. നിന്റെ കളികളുടെ ക്ലൈമാക്സ് ആയ ഇവൻ ആരോടാ സംസാരിക്കുന്ന അറിയുമോ? ആരോട് സംസാരിക്കുന്നെന്നും എന്ത് സംസാരിക്കുന്നെന്നും മനസ്സിലാക്കി തന്നെയാടാ സംസാരിക്കുന്നത്. നിന്നെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് കരുതി. നീ ഹോങ്കോങ്ങിൽ ഇരിക്കുന്ന വെറും റിമോട്ട് അല്ലേടാ. നിന്നെ കൊണ്ട് പറ്റാത്തതിനല്ലേ നീ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത്. എവിടെ നിന്ന് തുടങ്ങണമെന്നോ ആരാദ്യം ബലിയാകുമെന്നോ എനിക്കറിയില്ല. ദാസേ, എന്താ ബോസ്? പിആറും അവന്റെ ഗ്യാങ്ങും ക്ലോസ്. പിആറിന്റെ അടുത്ത് ഈ കൊച്ചുപുലി സംസാരിച്ചത് കേട്ട. 20 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. എനിക്കൊരു കോള് പോലും വിളിക്കാൻ പറ്റിയിട്ടില്ലെന്നേ. അതിന് എനിക്ക് ധൈര്യമില്ല കേട്ടോ. മോനെ, ഇനി നീ കളിക്കേണ്ടതേ എന്റെ ഗ്രൗണ്ടിലായിരിക്കണം. ഇത് അഡ്വാൻസ് മാത്രം. ഇത് പൂജയ്ക്ക് വെച്ച സാധനമാ. പിടിച്ചോ. പുതിയ ഗണ്ണ്, പുതിയ ബുള്ളറ്റ്, പുതിയ സ്റ്റൈല് തട്ടിയേക്ക്. പിയാറിനും വന്നു. വാട്ട് ഈസ് ദിസ്? ആ ദാസ് പിയറിന് തലയ്ക്ക് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു. നീയൊക്കെ ഇവിടെ നോക്കിയിരിക്കുന്നു. നാണമില്ലടാ. അണ്ണന്റെ തലയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ ദാസ് മാത്രമല്ല ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് വാങ്ങാൻ ധൈര്യമുള്ള ഒരുത്തിന് ഇപ്പഴാ വന്നത്. ആ ദാസായിട്ട് വിളിച്ചു കൊടുത്തല്ല, ആ ക്രാന്തി വലിഞ്ഞു കയറി ചെന്ന് വാങ്ങിയ. അങ്ങനെയെങ്കിൽ ക്രാന്തി അഡ്വാൻസ് തൂക്കണമായിരുന്നു. ഇനി ആരെങ്കിലും പിയറിനെതിരായിട്ട് വന്നാൽ ഇവന്റെ മരണം കണ്ട് വിറയ്ക്കണോടാ. ഡൈ ബൈജു, പറയണ്ട, ഇവന്മാരെ കൊണ്ട് പറ്റില്ല. നരഭോജികളെ വിളിക്കണം. എന്നിട്ട് അവനെ വേട്ടയാടാൻ പറയണം. അവന്റെ കണ്ണിലെ ഭയം കണ്ട് എന്റെ കൈ കൊണ്ട് എനിക്ക് അവനെ. ശരിയാണ്. ഡാ, വേട്ട ജാഗ്രത. അവൻ ജന്തുവല്ല, വേട്ടക്കാരനാ. ജീവനോടെ വേണം എനിക്കവനെ.